നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന റെസിപ്പീസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്നത്തെ റെസിപ്പി ഒരു വാഴക്കാമ്പ് തോരനാണ്. ഇതിനെ വാഴപ്പിണ്ടി എന്ന് പറയും. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ജ്യൂസ് ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കൊളസ്ട്രോളും ബ്ലഡ് പ്രഷറും ഒക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇത് ഡൈജഷനും വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ തോരനാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ നമുക്ക് തോരനുണ്ടാക്കാൻ തുടങ്ങാം. ഉപ്പേരി ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ ഒരു വാഴക്കാമ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലത്തെ ഭാഗം മാത്രമാണ് നമ്മൾ ഉപ്പേരിക്കായി ഉപയോഗിക്കുന്നത്. പുറത്തുള്ള ഭാഗമൊക്കെ നമുക്ക് കത്തിയെടുത്ത് പൊളിച്ചു മാറ്റാവുന്നതാണ്. ആദ്യം തന്നെ മുകളിലത്തെ ഭാഗത്ത് ഒരു കട്ട് കൊടുത്തതിന് ശേഷം അത് കൈകൊണ്ട് നമുക്ക് പൊളിച്ചു മാറ്റാം. അങ്ങനെ അതിൻ്റെ ഓരോ ഭാഗവും പൊളിച്ചു മാറ്റിയതിന് ശേഷം നമുക്ക് ഉള്ളിലത്തെ ഭാഗം ഉപയോഗിക്കാം. കാമ്പ് പുറത്തുള്ള കവറിങ്ങൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. റൗണ്ട് ഷേപ്പിൽ നമുക്ക് നേരിയതായി കട്ട് ചെയ്തെടുക്കണം. കാമ്പൊക്കെ നല്ല വൃത്തിയായി റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായി മുറിക്കണം. അതിനായി ഞാനിവിടെ ഒരു ചോപ്പർ എടുത്തിട്ടുണ്ട്. ചോപ്പർ ഇടുന്നതിന് മുമ്പേ നമുക്ക് ഇതിൻ്റെ നടുക്കൂടെ ഒരു കട്ട് കൊടുത്തതിന് ശേഷം ചോപ്പറിലിട്ട് കൊടുക്കാം. ചോപ്പർ ഉപയോഗിച്ച് കാമ്പ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് ചോപ്പർ ഇല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഈ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുത്ത കാമ്പ് ഒന്നിനു മുകളിൽ ഒന്നായി വെച്ചതിന് ശേഷം നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കണം. കാമ്പ് നല്ല ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി കഴുകിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാമ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ അതിനുശേഷം കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ ഇതിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പാത്രം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു ജാറിൽ ഞാനൊരു 1/2 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 4 ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. പിന്നെ കുറച്ച് ജീരകം, ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം എടുക്കുന്നുണ്ട്. പിന്നെ 3 പച്ചമുളക് ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. അരക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. 5 മിനിറ്റിന് ശേഷം നമുക്ക് പാത്രം തുറന്നു നോക്കാം. ഇപ്പോൾ കാമ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കാമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം. അതിനായി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തോരനിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി കാമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.